ഹലോ ഗായ്സ്, അഫ്സി പാത്തോസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അടിപൊളി ഒരു ദിവസമാണ്. രാവിലെ തന്നെ എണീറ്റ് വന്നപ്പോൾ നല്ല മഴ. ആ മഴ കുറച്ച് നേരം ഞാൻ ഇങ്ങനെ കുറച്ച് ആസ്വദിച്ച് ഇങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് ഇന്നലെ രാത്രി ഞാൻ കുറച്ച് 2 അത്തിപ്പഴം വെള്ളത്തിലിട്ടിരുന്നു. അതിങ്ങനെ മഴയും ആസ്വദിച്ച് അങ്ങനെ കഴിച്ചു. പിന്നെ രാവിലെ തന്നെ ഫ്ലാസ്കിൽ വെള്ളം പാരാൻ വേണ്ടിയിട്ട് കുറച്ച് ചായക്ക് വേണ്ടിയിട്ട് വെള്ളം വെച്ചു. അത് നല്ലോണം പതച്ചു. പിന്നെ ഫ്ലാസ്കിലേക്ക് പാർന്നു. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഇന്ന് വെള്ളാപ്പവും കടലക്കറിയാണ് വെക്കാൻ ഉദ്ദേശിച്ചത്. വെള്ളാപ്പം ആവുമ്പോൾ ഇളയ മോന് സ്കൂളിലേക്ക് പിന്നെ ലഞ്ചിന് കൊണ്ടുപോകണം. അപ്പോൾ വെള്ളാപ്പാകുമ്പോൾ അവൻ കഴിക്കുകയും ചെയ്യും, നമുക്ക് തിന്നുകയും ചെയ്യാം. അപ്പോൾ രണ്ടുണ്ടാക്കണ്ട, പിന്നെ ഓനക്ക് ഇഷ്ടമുള്ള വേറെ ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വെള്ളാപ്പം ഉണ്ടാക്കി. മൂത്ത മോനെ ഞാൻ മദ്രസയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഓനക്കൊരു വെള്ളാപ്പം കൊടുത്തു. ഇതാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓനെ മദ്രസയിലേക്ക് പോകേണ്ട കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇന്ന് അടിപൊളിയായിട്ട് വെള്ളാപ്പം. സാധാരണ ഇങ്ങനെ വെള്ളാപ്പത്തിന് നന്നാവലില്ല, പിന്നെന്താണെന്നറിയാല്ല, നല്ലോണം നന്നാക്കി. സാധാരണ അപ്പാട് പറ്റി പിടിച്ചതായിട്ട് ഒക്കെ അങ്ങനെ ഉണ്ടാകുക. പിന്നെ കടലക്കറി ഉണ്ടാക്കുന്നത് ഞാൻ എടുത്തിട്ടില്ല, വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. മദ്രസയൊക്കെ ഇതാക്കുന്നതിൻ്റെ ഒക്കെ തിരക്കിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ അവനെ മദ്രസയിലൊക്കെ ആക്കി ഞാൻ ചായ കുടിക്കുകയാണ്. 2 വെള്ളാപ്പം എടുത്തു. അതിൻ്റെ കുറച്ച് കറിയും കൂട്ടി ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞ് മക്കൾക്ക് സ്കൂളിലേക്ക് പോകാനുള്ള യൂണിഫോം ഇസ്തിരി ഇടാൻ പോയി. സാധാരണ ഞാൻ നാളത്തേക്കുള്ളത് ഇന്ന് ഇസ്തിരി ഇട്ട് വെക്കും. പക്ഷേങ്കിൽ ഇന്നലെ എനിക്ക് കഴിയാത്തത് കൊണ്ട് ഞാൻ ഇസ്തിരി ഇട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇസ്തിരി ഇടാൻ പോയി. അങ്ങനെ മൂത്ത മോൻ്റെ ആണ് ഫസ്റ്റ് ഷർട്ട് ഇസ്തിരി ഇട്ടത്. മൂത്ത മോനക്ക് 10 മണിക്കാണ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുക. ഇളയ മോനക്ക് 10:30. അപ്പോൾ ഓന് 9:50 മദ്രസ വിട്ട് വരും. അങ്ങനെ 9:50 മാസം വിട്ട് വന്ന് ഓനക്ക് ചായ കൊടുത്ത് ഓനെ സ്കൂൾ വരെ ഞാൻ ആക്കി കൊടുക്കും. സ്കൂൾ വരെ ആക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം തൊട്ടടുത്ത് തന്നെയാണ് സ്കൂൾ. പക്ഷേ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ അവനെ സ്കൂളിൻ്റെ അടുത്ത് വരെ കൊണ്ടാക്കി കൊടുക്കും. അങ്ങനെ സ്കൂൾ ഓനാക്കി തിരിച്ച് വന്ന് തിരിച്ച് വരും. എന്നിട്ടാണ് രണ്ടാമത്തെ മോനെ കുളിപ്പിക്കുകയും സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കൊക്കെ ചെയ്യാം. അങ്ങനെ പറഞ്ഞ് മോന് സ്കൂളിൽ പോകാൻ റെഡിയായി. ഓന് സ്കൂളിൽ പോകുന്ന സമയത്തും മഴ ഉണ്ടായിരുന്നു. അങ്ങനെ ഓന് സ്കൂളിലേക്ക് പോകാൻ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. ഞാനും പോകുന്നുണ്ട്. സ്കൂളെ ഗ്രൗണ്ട് വരെ ഞാനും പോയിക്ക്. പക്ഷേങ്കിൽ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അവനെ കൊണ്ടാക്കി തിരിച്ചു വന്ന് രണ്ടാമത്തെ ആളെ പറഞ്ഞേക്കാൻ സമയമായി. അങ്ങനെ രണ്ടാമത്തെ ആളെ പറഞ്ഞേക്കുന്ന സമയത്ത് തന്നെ കുറച്ച് മഴ കുറവുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് അവൻ പോവുകയാണ്. അങ്ങനെ അവൻ്റെ സ്കൂളിൻ്റെ അടുത്തേക്ക് എത്തി. അവൻ്റെ സ്കൂൾ ഇതാണ്. ഇവിടെ LKG UKG മാത്രമേ ഉള്ളൂ. അങ്ങനെ അവൻ LKGയിലാണ് പഠിക്കുന്നത്. ഇപ്രാവശ്യം ചേർത്തതാണ്. അവൻ്റെ ക്ലാസ് ഇതാണ്. സാധാരണ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തല്. പക്ഷേ ഇന്ന് മഴയും കാര്യമൊക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നു കുറച്ച് നേരത്തെ പോകാൻ വിചാരിച്ച് അങ്ങനെ നേരത്തെ പോയതാണ്. അതുകൊണ്ട് ആരും എത്തുകയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ടീച്ചറെ ഞാൻ ഓനാടെ ഏൽപ്പിച്ച് കഴിഞ്ഞ് ഈ ഇടയിൽ കൂടെയാണ് എൻ്റെ മോനെ ഞാൻ കൊണ്ടാക്കാൻ പോയത്. ഇവിടുന്നൊക്കെ ഞാൻ ഓനെ എടുത്തതാണ്. കാരണം ഓൻ്റെ ചെറുപ്പം വലിയ ഷൂലൊക്കെ ചളിയും വെള്ളമൊക്കെ ആവുമല്ലോ. അപ്പോൾ ഇവിടുന്നൊക്കെ ഞാനിങ്ങനെ എടുത്ത്, കാരണം മഴ പെയ്തത് കൊണ്ട്. മഴ പെയ്ത എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഈ ഇടയിൽ ഫുള്ള് വെള്ളവും ചളിയും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഉമ്മാൻ്റെ കർമൂസേമേൽ ഒരു പഴുക്കാനായ കർമൂസ കാണുന്നത്. അങ്ങനെ അതും വീഡിയോ എടുത്താടെ വെച്ചു. ലാസ്റ്റ് നോക്കാം. എന്റെ ഉമ്മയാണ് എന്റെ കൈക്ക് സുഖയിലേറ്റ്. എന്റെ ഉമ്മയാണ് മുറിക്കുന്നത്. ഇതെല്ലാം പറ. ഇന്ന് ഉമ്മയാണ് മീൻ മുറിക്കുന്നത്. എൻ്റെ കൈ ചെറുതായിട്ടാണ് കാണുന്നില്ല. ചെറുതായിട്ടൊന്നല്ല, നല്ലോണം മുറിഞ്ഞ് അന്നേരം തന്നെ കൊണ്ടുപോയിക്കൊണ്ട് ഒരു തുന്നു വേനു. അതിന്റെ കുറച്ച് എന്റെ പ്രിയാപ്പുണ്ട് ഉമ്മ ചികിത്സിച്ചത് കൊണ്ട് ഇങ്ങനെ ആയതാണ്. എന്റെ ഉമ്മയാണ് എന്നെ നോക്കി. ഞാനെന്താ വീഡിയോസ് അങ്ങനെ ഇപ്പോ ഒരാഴ്ചയായിട്ട് ഉമ്മയാണ് പണിയെടുക്കുന്നത്. ഞാൻ റെസ്റ്റിലാണ്. ഉമ്മ അടിപൊളിയായിട്ട് മീൻ മുറിക്കുന്നുണ്ട്. ചോറ് വെച്ചാൽ ഉമ്മ അവിടെ 2 നായി അരിയിട്ടക്ക് ചോറ് ഗ്യാസുമേൽ വെക്കുമ്പോ ഞങ്ങള് അരിയും വെള്ളമൊക്കെ ഒരുമിച്ചാണ് വെക്കല്. ഗ്യാസിന് ലാഭം ഉണ്ടാവും. ഓക്കെ, ശരി മക്കളെ.
അങ്ങനെ പറയൂ അസീന, പറയൂ. ഞാൻ നായി എടുക്കട്ടെ. നായി എടുത്തില്ല. ഇത് പച്ചരി അമ്മ. പച്ചരി അല്ല, ഇതെന്താ? അത് വറക്കനരിയാ. അത് സ്കൂളിൽ നിന്ന് കിട്ടിയ അരിയില്ലനാ. അതാ. അങ്ങനെ ഇത് അരി പോർത്താൻ വേണ്ടിട്ട് അരി ഉറക്ക പറയണം, നമുക്ക് മയക്കൊന്നും ഇല്ലാത്ത. അതാണ് പ്രശ്നം. അരി പോർത്താൻ വേണ്ടിട്ട് അരി എടുക്കാൻ പോവാണ്. പിന്നെ കൊറേ ദിവസമായി പോർത്താൻ വിചാരിക്കുന്നു, മറന്നു പോന്ന്. ഇത് ഇന്ന് പോർത്തുന്നല്ലേ. എത്ര നായ്ക്ക എത്ര പച്ചരി പറഞ്ഞു കൊടുക്കണേ. ഇനിയിപ്പോ എത്ര നായ എടുക്കുന്ന? നമ്മളെടുക്കല് ഇത് വടക്കനരി. ഇതൊരു വീഡിയോസ് ആക്കിട്ട് തന്നെ ഇട്ട. വടക്കനരി 10 നായ്ക്ക് 5 പച്ചരി. 5 പച്ചരി. അങ്ങനെയാണല്ലേ. അങ്ങനെയാ എടുക്കല്. നമുക്ക് ഇത് ഇതാക്കട്ടെ, എടുക്കട്ടെ അല്ലേ. ഇത് ആദ്യത്തെ അരി എടുത്തിട്ട് ബാക്കി മറ്റേ അരി. അങ്ങനെ എന്നാ പിന്നെ ഇത് കട്ടാക്കല്ലേ. എന്നിട്ട് പിന്നെ കഴുകുന്നല്ലോ എടുക്കാം. ഇതാർക്ക് വേണ്ടിട്ട് ഇപ്പോഴത്തെ പഠിച്ചു വരുന്ന പെൺകുട്ടിയൊക്കെ വേണ്ടില്ല. അല്ല പറയാടാ. അല്ല ഇനി മാപ്പിന്റെ അവിടെ വന്ന് പഠിച്ചില്ല. ഇനി എനിക്ക് ഒരു തിരുമ്പെന്ന് അറിഞ്ഞൂടാ, ഒരു കറി വെക്കുന്ന അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടേനു. അപ്പൊ ഇവിടെ വന്ന് എല്ലാം ഞാൻ പഠിപ്പിച്ച്. പക്ഷെ ഇനി എല്ലാം അമ്മ അങ്ങനെ ആവൂല. ഞാനീ പരാതികളൊന്നും പറയാണ്ട് നിങ്ങളെ സ്നേഹപൂർവ്വം പഠിപ്പിച്ചു കൊണ്ടുവന്ന്. ഇനിയുള്ള അമ്മായി അമ്മ അങ്ങനല്ല, പല പീഡനങ്ങളും കൊണ്ട് മരുമക്കൾ മരിക്കുന്നില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് അസീന പറയുന്നത്. ഞാനല്ല ഇതിലൊന്നും പറയണ്ട. കണക്കേറ്റ് ചോറും തോന്നുന്നുണ്ട്. അയ്യോ ബേ പറിച്ചിക്കല്ലത്. കറിയും ചൂടാകുന്നുണ്ട്. കൊഞ്ചം മുറിച്ച് വെച്ച് അമ്മായിയമ്മ. ഇതെത്ര ഇട്ടെന്ന് ഓർമ്മണ്ടാ? 6. 6. ഇനി 10 ഇട്ടല്ല. 10 വടക്കനരിക്ക്, പുഴുങ്ങലരിക്ക് 5 പച്ചരി. എന്നാ കട്ടാക്കട്ടെ. എന്റെ കൈ മുറിഞ്ഞത് കൊണ്ട് ഉമ്മയാണ് അരിയെല്ലാം കഴുകുന്നത്. ഞാൻ അരി അളവ് എടുത്തുക്ക് മാത്രമേ ഉള്ളൂ. ഉമ്മയാണ് കൈ തരുന്നൊക്കെ. പിന്നെ ഞാനാണിപ്പോ പുറത്തുനിന്ന് ഇതാക്കുന്നൊക്കെ. അതുകൊണ്ട് ഇപ്പൊ ഉമ്മാനോട് അളവും കാര്യങ്ങളൊക്കെ മറന്നുപോയി. അതുകൊണ്ട് ഞാനാണിപ്പോ എടുക്കലും താക്കലും പിടിക്കലൊക്കെ. എന്നിട്ട് ഇപ്പൊ കൈ മുറിഞ്ഞതുകൊണ്ട് വെള്ളത്തിന്റെ പണി വെള്ളത്തിന്റെ എല്ലാ പരിപാടിയും ഉമ്മയാണ്. ഞാൻ ഇങ്ങനെ നനയാത്ത എന്തെങ്കിലും ചെറുങ്ങാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പണി എടുക്കുന്നത് ഉമ്മയാണ്. ഉമ്മ നല്ലോണം അരി കൈക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മ കകുന്നതിലോട്ട് ഇങ്ങനെ നല്ലോണം നല്ലോണം കൊറേ വെള്ളത്ത് കഴിക്കില്ലെങ്കിൽ 10 ചോയ വരും. അതുകൊണ്ടാണ് അരിപ്പൊടി കൊണ്ട് ഇഷ്ടമില്ല എന്ന് പറയുന്നത്. നല്ലോണം കൊറേ വെള്ളത്തിൽ കഴുകുകയും ചെയ്യണം. ഇങ്ങനെ ഉമ്മ പറയുമ്പോൾ എല്ലാരും നല്ല വെള്ളത്തിൽ കഴുകണം. കച്ചറ ഒഴുകി പോകുന്നുണ്ടതാ. റേഷൻ അരി ആയതുകൊണ്ട് നല്ല കച്ചറയുണ്ട് അല്ലേ. റേഷൻ അരി മാത്രല്ല, ഇത് കൊറേ സൈഡില്ല നമ്മള് സ്കൂളരി. ഇങ്ങനെ കഴുകുക.